ധർമ്മശാസ്ത്ര പ്രചരണം നടത്തുന്ന അദ്വൈതാശ്രമം സർക്കാർ സഹായം സ്വീകരിക്കുകയില്ല എന്ന നിലപാട് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ധർമ്മശാസ്ത്ര പ്രചരണം നടത്തുന്ന അദ്വൈതാശ്രമം സർക്കാർ സഹായം സ്വീകരിക്കുകയില്ല എന്ന നിലപാട് പറഞ്ഞിട്ടില്ല. എഴുതാപ്പുറം വായിക്കരുത്. മറിച്ച് ഹിന്ദു ധർമ്മശാസ്ത്രത്തെ പ്രചരിപ്പിക്കുന്നതിന്, പഠിപ്പിക്കുന്നതിന് ഒരു ഗവൺമെന്റിന്റെയും പൈസ നമ്മൾ സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഗവൺമെന്റിന്റെ പണിയല്ല ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതം പഠിപ്പിക്കുക എന്നുള്ളത്. മറിച്ച് അദ്വൈതാശ്രമം മറ്റു പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒട്ടനവധി സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സേവാ പ്രവർത്തനങ്ങളെ കണ്ടറിഞ്ഞ് ഗവൺമെന്റ് എന്ത് തന്നുവോ സ്വീകരിക്കും. ഇവിടെ തന്നെ ഈ ഒരു ധർമ്മപ്രഭാഷണ പരമ്പര ആരംഭിക്കുന്ന സമയം മുതൽ ചില ആലോചനകൾ വന്നിരുന്നു. നിങ്ങൾ അറിയണം, അത് ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 7 ദിവസത്തേക്ക് ഒരു 7 സ്പോൺസർമാരെ കണ്ടാൽ സുഖമായിട്ട് ഈ ചെലവ് നടന്നു പോകും. നമ്മൾ പറഞ്ഞു പറ്റില്ല, വേണ്ട. കാരണം ഇവിടെ മൊത്തം വരുന്ന ചെലവ് എത്രയാണോ, എത്ര ലക്ഷമാണോ, അതിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മളെ പരിചയം അനുസരിച്ചും നമ്മുടെ ഇന്നത്തെ ഒരു സംബന്ധം അനുസരിച്ചും സുഖമായിട്ട് സാധിക്കും. അത്ര ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ സാധിക്കും പലർക്കും. ഒരു ദിവസത്തെ ചെലവ് നിങ്ങൾ വഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. 7 പേര് ഇവിടെ തന്നെ ഞാൻ നോക്കിയാൽ കാണുന്നുണ്ട്. പക്ഷെ പറയില്ല. മറിച്ച് നമ്മൾ ഓരോരുത്തരും ചെറിയ ചെറിയ പങ്ക് സമർപ്പിച്ച് ഇത് നടക്കുമ്പോൾ ഇത് നമ്മുടെ പരിപാടിയായി മാറും. അവിടെ വലുപ്പ ചെറുപ്പങ്ങളില്ല. കൂടുതൽ ചെയ്യാൻ സാധിക്കുന്ന ആൾ കൂടുതൽ ചെയ്യട്ടെ, കുറച്ച് ചെയ്യാൻ സാധിക്കുന്ന ആൾ കുറച്ച് ചെയ്യട്ടെ. അവിടെ ധനിക ദരിദ്ര ഭേദമില്ലാതെ എല്ലാവരുടെയും പങ്കാളിത്തം വരുമ്പോൾ അതിൻ്റെ അടിത്തറ ശക്തമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്വൈതാശ്രമത്തെ സംബന്ധിച്ച് ഇന്ന് വരെ ഒരു ഗവൺമെന്റ് ഗ്രാന്റും കിട്ടിയിട്ടില്ല, മേടിച്ചിട്ടുമില്ല. അവിടെ ഗ്രാന്റിന് അർഹതയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ 13 വർഷങ്ങൾ നടത്തിയപ്പോഴും മേടിച്ചിട്ടില്ല. ഇപ്പോ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നടക്കുന്നതും ഗ്രാന്റ് മേടിച്ചിട്ടില്ല. 4 വർഷമായിട്ട് അത്തരം സ്ഥാപനങ്ങൾ തന്നെ അവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ ദിവസവും നടക്കുന്ന സേവാ പ്രവർത്തനങ്ങൾ വേറെയാണ്. അത് വരുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും അറിയാം. അതിവിടെ പറയുന്നില്ല. തീർച്ചയായിട്ടും അതിന് ഇങ്ങോട്ട് ഗ്രാന്റ് തന്നാൽ മേടിക്കും. പക്ഷെ നമ്മൾ പോയിട്ട് ഗ്രാന്റ് തരണേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയും മേടിക്കുകയൊന്നുമില്ല. അതെന്തുകൊണ്ട്? ആളുകൾ ധർമാനുസാരിയായി ജീവിതത്തെ ഉറപ്പുവരുത്താനും അതിനുതകുന്ന വിധം ധനവിനിയോഗം ചെയ്യാനും സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, ചെയ്യേണ്ടതാണ്. പക്ഷേ സർക്കാരിന് തന്നെ നമ്മൾ NGOs കൂടുതൽ സഹയോഗം ചെയ്ത് ഇന്നത്തെ സാമൂഹിക ജീവിതക്രമത്തിൽ സഹയോഗം ചെയ്യാണ് വേണ്ടത്. സർക്കാരിൽ നിന്ന് അത് കിട്ടുന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. പകരം സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ നമുക്ക് സഹയോഗം ചെയ്യുന്നതാണ് വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെയുള്ള മഹാന്മാരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മുടെ സർക്കാർ. ഒരു സംശയമില്ലാതെ പറയാം. 1962 അപ്രതീക്ഷിതമായി ഭാരതവും ചൈനയുമായി യുദ്ധം സംഭവിച്ചപ്പോൾ നമ്മൾ തയ്യാറായിരുന്നില്ല. ഭാരതത്തിന്റെ ശാക്തീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു തുടങ്ങുന്ന കാലമാണ്. യുദ്ധം നമ്മളെ വല്ലാതെ ഉലച്ചു. അവിടെ സമ്പന്നങ്ങളായ ചില രാജവംശങ്ങൾ, ഇപ്പോൾ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് ആ രാജ്ഞിയുടെ പേര് ഓർമ്മ വരുന്നില്ല. അവർ രാജ്ഞി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, റാണി എന്നുള്ള പേരേ ഉള്ളൂ.
500 കിലോഗ്രാം സ്വർണം, 2 എയർക്രാഫ്റ്റുകൾ പൂർണ്ണമായി ഭാരത സർക്കാരിന് നൽകി. പൂർണ്ണമായി. റാണിയുടെ പേരിപ്പാട് ഓർമ്മ വരുന്നില്ല. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. കാമസുന്ദരി. അതെ, കാമസുന്ദരി റാണി. കാമസുന്ദരി റാണിയാണ്. ആ മഹതി നമ്മെ വിട്ടുപിരിഞ്ഞത് ഈ അടുത്താണ്. ആരും ചോദിച്ചിട്ടല്ല, എന്റെ കർത്തവ്യമാണെന്ന് അറിഞ്ഞിട്ട്. ഇവിടെ സർക്കാരിന് എന്ത് കിട്ടുന്നല്ല, നമ്മളെല്ലാവരും ചേർന്നിട്ടാണ് നമ്മുടെ രാഷ്ട്രം ശക്തമായി തീരുന്നത്. അതിനാണ് NGOs. കാരണം സർക്കാർ വളരെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ വേറെ ഉണ്ട് സർക്കാരിന്റെ മുമ്പിൽ. അത് രാഷ്ട്രരക്ഷയ്ക്കുള്ള കർത്തവ്യങ്ങളാണ്. രാഷ്ട്രരക്ഷയ്ക്കുള്ള ആയുധങ്ങളെ ഡെവലപ്പ് ചെയ്യുന്ന, രാഷ്ട്രത്തിൽ മൊത്തം ക്ഷേമ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള യന്ത്ര സജ്ജീകരണങ്ങളെ ഒരുക്കുന്നതിനുള്ള, പ്രത്യേകിച്ച് ബഹിരാകാശ ഗവേഷണം. കാരണം ഭാവിയിൽ നമ്മുടെ യുദ്ധത്തിന്റെ ഒക്കെ സങ്കല്പം മാറാൻ പോവുകയാണ്. വാർത്താവിനിമയത്തിന്റെ സങ്കല്പം ഇപ്പൊ തന്നെ മാറിക്കഴിഞ്ഞു. അപ്പൊ അതിനനുസൃതങ്ങളായ സാറ്റലൈറ്റുകളും മറ്റും നമുക്ക് കൂടുതൽ കൂടുതൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് സർക്കാരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെന്ത് എന്നുള്ള ആലോചന മാറ്റി നമുക്ക് എങ്ങനെ രാഷ്ട്രത്തെ കൂടുതൽ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി പ്രവർത്തിക്കാം, ഈ ഭാവന ഓരോ പൗരനിലും ഉണ്ടാവണം. അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അത് ചിലപ്പോൾ ചിലരുടെ ദൃഷ്ടിയിൽ തെറ്റായിരിക്കാം, ചിലരുടെ ദൃഷ്ടിയിൽ ശരിയായിരിക്കാം. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഉറച്ച് മുന്നോട്ട് പോകുന്നു. ജനജീവിതത്തിന്റെ സാംസ്കാരികമായ സുസ്ഥിതി നിലനിർത്തുന്നതിൽ ഭരണാധികാരികൾക്ക് ഉണ്ടായിരിക്കേണ്ട പങ്ക് പിന്നെ എന്താണ്? തീർച്ചയായിട്ടും ഉണ്ട്. അത് സാമ്പത്തികമായി മാത്രം കണ്ടാൽ പോരാ, എല്ലാ നിലയ്ക്കും കാണണം.